ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് SIT ചില നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ്. അത് ഒരേ സമയം ഞെട്ടിക്കുന്നതും ആശ്ചര്യപ്പെടുത്തുന്നതുമാണ്. മറ്റൊന്നുമല്ല, ശബരിമല തന്ത്രി ഇപ്പോൾ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുകയാണ്. കണ്ഠരര് രാജീവര് ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വിവരം സത്യത്തിൽ ഭക്തരെ ആകമാനം സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. അവർ സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരു കാര്യമാണ് തന്ത്രിക്ക് ഈ കൊള്ളയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടാകുക എന്നുള്ളത്. ഇപ്പോഴിതാ SIT മറ്റൊരു വിവരം കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നു. കണ്ഠരര് രാജീവര് എന്ന തന്ത്രിയുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചാണ് SIT ഇപ്പോൾ അന്വേഷിക്കുന്നത്. നമുക്കറിയാം, ശബരിമലയിൽ വലിയ നടവരവുള്ള ക്ഷേത്രമാണ്. അവിടുത്തെ തന്ത്രിക്കും മേൽശാന്തിക്കുമൊക്കെ ആവോളം ദക്ഷിണ കിട്ടും. അതിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനുമൊക്കെ അപ്പുറത്താണ്. വലിയ തോതിൽ ഒരു സീസൺ കഴിയുമ്പോൾ വലിയ തോതിൽ തന്ത്രിക്കും മേൽശാന്തിക്കും കീഴ്ശാന്തിമാർക്കും ഒക്കെ ദക്ഷിണയായും ചില്ലറ കൈമടക്കുകളായും ഒക്കെ പണം കിട്ടുന്നു എന്നുള്ളത് ഇന്നും ഇന്നലെയും ഒന്നും പുറത്തു വന്ന വാർത്തയല്ല. ഈ പറഞ്ഞതുപോലെ അവിടെ ചില പ്രത്യേക വഴിപാടുകൾ നടത്തുക, ആ വഴിപാടുകളുടെ പ്രസാദം വാങ്ങുക, അതുപോലെ തന്നെ ശബരിമല തന്ത്രിയും മേൽശാന്തിയും ഒക്കെ ഈ വലിയ വലിയ കോടീശ്വരന്മാരായ ശതകോടീശ്വരന്മാരായ ആൾക്കാരുടെ വീടുകളിലെത്തി പൂജ നടത്തി കൊടുക്കുക, ശനിദോഷം അകറ്റാൻ വേണ്ടി പ്രത്യേക പൂജകൾ നടത്തുക. ഇതിലൂടെയൊക്കെ വലിയ തോതിൽ ഇവർക്കൊക്കെ വരുമാനം വരുന്നുണ്ട് എന്നെല്ലാവർക്കും അറിയാം. ദക്ഷിണ ഇനത്തിൽ വരുന്ന വരുമാനമായതുകൊണ്ട് തന്നെ അതിനെ മറ്റൊരു തരത്തിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. പക്ഷേ ശബരിമല തന്ത്രി ദേവസ്വം ബോർഡിൻ്റെ ഓണറേറിയം വാങ്ങുന്നയാളാണ്. അതുകൊണ്ട് തന്നെ ശബരിമല തന്ത്രിയും മേൽശാന്തിയും ഒക്കെ ഈ പറഞ്ഞതുപോലെ മേൽശാന്തി ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകൂടിയാണ്. അപ്പോൾ ഇവരൊക്കെ അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരും എന്നുള്ള കാര്യം നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതാണ് ഇവിടെ SITയും പിടിവള്ളി ആക്കിയിരിക്കുന്നത്. SITയുടെ അന്വേഷണത്തിൽ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ശബരിമല തന്ത്രി ഒരു സ്വകാര്യ ബാങ്കിൽ 2.5 കോടി രൂപ നിക്ഷേപിച്ചിരുന്നു. ഈ ബാങ്ക് പൊളിഞ്ഞു. ഇത് തിരുവല്ലയ്ക്കും ചെങ്ങന്നൂരിനും ഇടയ്ക്ക് ഈ ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ബാങ്കാണ്. ഇതിന് പല ശാഖകളുമുണ്ട്. അടുത്ത കാലത്ത് ഈ ബാങ്ക് പൊളിഞ്ഞു. എന്നാൽ ഈ 2.5 കോടി നഷ്ടപ്പെട്ട ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് അതിനെതിരെ ഒരു പരാതി പോലും ഒരിടത്തും ഫയൽ ചെയ്തിട്ടില്ല. ആരോടും ഒരു പരാതി അദ്ദേഹം പറയുന്നില്ല. അപ്പോൾ ഈ 2.5 കോടി അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യമാണ് SIT ഉന്നയിക്കുന്നത്. ഈ 2.5 കോടി നിക്ഷേപിച്ച, നമുക്കാർക്കും പണം നിക്ഷേപിക്കാം, സ്വകാര്യ ബാങ്കുകളിൽ ഉൾപ്പെടെ പണം നിക്ഷേപിക്കാം. അത് നിയമവിരുദ്ധമല്ല, നിയമവിധേയമാണ്. എന്നാൽ അതീവ രഹസ്യമായി, കണക്കുകളൊക്കെ വളരെ രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ട് പണം നിക്ഷേപിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് സ്വകാര്യ ബാങ്കുകളിൽ, നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ. ഇവിടങ്ങളിലൊന്നും ഇൻകം ടാക്സിൻ്റെ നേരിട്ടുള്ള പരിശോധന ഉണ്ടാകില്ല. അഥവാ ഇൻകം ടാക്സിന് പരിശോധിക്കണമെങ്കിൽ കടമ്പകൾ ഒരുപാടുണ്ട്. കോടതിയിൽ നിന്നും മറ്റും സ്പെഷ്യൽ ഓർഡറുകളൊക്കെ വാങ്ങേണ്ടതുണ്ട്. അത്തരത്തിൽ അതൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോഴത്തേക്കും ഈ രേഖകളെല്ലാം ഇവർ സമർത്ഥമായി തിരുത്തിയിരിക്കും, ഒളിപ്പിച്ചിരിക്കും. അങ്ങനെ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഈ സ്വകാര്യ ബാങ്കിൽ, തിരുവല്ലയ്ക്കും ചെങ്ങന്നൂരിനും ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന പൊളിഞ്ഞുപോയ ഈ സ്വകാര്യ ബാങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് 2.5 കോടി രൂപ നിക്ഷേപിച്ചിരുന്നു. ഇന്നിപ്പോൾ ഇത് വാർത്താമാധ്യമങ്ങളിലൂടെ വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ ഉയരുന്നൊരു ചോദ്യം, 2.5 കോടി, ബാങ്ക് പൊളിഞ്ഞ് 2.5 കോടി നഷ്ടപ്പെട്ടു. നമ്മളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പരാതി കൊടുക്കും. ആ പരാതി കൊടുക്കുമ്പോൾ ഈ 2.5 കോടി എവിടുന്ന് കിട്ടിയതാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇവിടെ തന്ത്രി ദക്ഷിണ ഇനത്തിൽ കിട്ടിയതാണെങ്കിൽ അത് പറയാം. ഏതൊക്കെ കാലങ്ങളിൽ ഈ ദക്ഷിണ ലഭിച്ചു, ആ ദക്ഷിണയുടെ അളവ് ഒക്കെ പറയാം. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ രഹസ്യമാക്കി വച്ചിരിക്കുന്നത് എന്നാണ് SIT ചോദിക്കുന്ന ചോദ്യം.
അപ്പോൾ അതിലെന്തോ മറയ്ക്കാനുണ്ട്, ഒളിക്കാനുണ്ട് എന്ന് SIT സംശയിക്കുന്നുണ്ട്. ഇത് തന്നെയല്ലേ നേരത്തെ EDയും പറഞ്ഞത്? ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കള്ളപ്പണം വെളുപ്പിച്ചിരിക്കുന്നു എന്നാണ് EDയുടെ ആരോപണം. അതിൻ്റെ പ്രാഥമിക തെളിവുകൾ അവർ കൊല്ലത്തെ വിജിലൻസ് കോടതിയിലും അതുപോലെ കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിലും സമർപ്പിച്ചിട്ടാണ് അന്വേഷണത്തിന് അനുമതി വാങ്ങി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല SIT കണ്ടെടുത്ത രേഖകളെല്ലാം EDക്ക് കൂടി കൈമാറണം എന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തന്നെ നിർദ്ദേശിച്ചു. കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ അവർ അപേക്ഷ കൊടുത്ത് ആ അന്വേഷണ റിപ്പോർട്ടുകളും അവർ കണ്ടെടുത്ത രേഖകളും വാങ്ങുകയും ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആരോപണ വിധേയരായി പ്രതി ചേർക്കപ്പെട്ട് അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന എല്ലാവർക്കും ഈ കള്ളപ്പണ ഇടപാടുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് ED ആരോപിക്കുന്നത്. ഇവിടെ ഈ ചേരുംപടി ചേർന്നിരിക്കുന്നു 2.5 കോടി രൂപയുടെ ഉറവിടം, സ്രോതസ് പറയാൻ തന്ത്രി മടിക്കുന്നു. ഇതിപ്പോൾ EDയും SITയും ഏതാണ്ട് ഒരേ പോയിന്റിലെത്തി നിൽക്കുകയാണ്. ഇത് തന്ത്രിയുടെ കാര്യമാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്താണ് എന്നുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒരു പക്ഷേ SITക്കും EDക്കും ഒക്കെ അറിയാമായിരിക്കും. അത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, മുൻ പ്രസിഡന്റ് പ്രശാന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, മുൻ പ്രസിഡന്റ് വാസുവിൻ്റെ കാര്യത്തിലാണെങ്കിലും ബോർഡ് മെമ്പർമാരായിരുന്നവരുടെ കാര്യത്തിലാണെങ്കിലും ഇത് ബാധകമാണ്. വളരെ കൃത്യമായിട്ട് ഇവർക്ക് ഉറവിടം, സ്രോതസ് വെളിപ്പെടുത്താനാകാത്ത പണം ഇവരുടെയൊക്കെ കയ്യിലുണ്ട് എന്ന് സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഈ പണം എവിടുന്ന് വന്നു? ഇത് ദക്ഷിണ കിട്ടിയതോ കൈക്കൂലി വാങ്ങിയതോ അതോ മറ്റു വല്ല ഇനത്തിലും, അതായത് ഇവിടുത്തെ അമൂല്യ വസ്തുക്കൾ കടത്തിയതിന് കിട്ടിയ പ്രതിഫലമോ? ഈ ചോദ്യമാണ് വളരെ ശക്തമായി ഉയരുന്നത്. തീർച്ചയായിട്ടും ഇതിന് മറുപടി പറയേണ്ടവർ ഇവരൊക്കെ തന്നെയാണ്. തന്ത്രിയെ വീണ്ടും SIT ചോദ്യം ചെയ്യും. മാത്രമല്ല തന്ത്രി EDയുടെ റഡാറിൽ പെട്ടിരിക്കുകയാണ്. ED കൃത്യമായിട്ട് ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഈ 2.5 കോടി സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ചത് നഷ്ടപ്പെട്ടിട്ടും കമ എന്ന് മിണ്ടാതെ തന്ത്രി മൗനം പാലിക്കുന്നതിൻ്റെ പിന്നിൽ മറ്റെന്തോ ഒരു വലിയ ദുരൂഹതയുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത്. അത് സംബന്ധിച്ച് അവർ ലഭിച്ച തെളിവുകളെല്ലാം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തന്ത്രിക്ക് വാ തുറക്കേണ്ടി വരും, സംസാരിക്കേണ്ടി വരും. തന്ത്രി മാത്രമല്ല, ഈ കാര്യത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മുൻ ദേവസ്വം ഭരണസമിതി അംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ തീർച്ചയായിട്ടും SITയുടെയും EDയുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ഈ പണം ഇപ്പോൾ ഈ പുറത്ത് വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും, ഈ പണം, ഈ 2.5 കോടി രൂപ ദക്ഷിണ കിട്ടിയതോ മറ്റേതെങ്കിലും തരത്തിൽ വരുമാനമായിട്ട് വന്നതോ അല്ല. ഇതിൻ്റെ പിന്നിൽ വലിയ ദുരൂഹതയുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് പണം നഷ്ടപ്പെട്ടിട്ടും തന്ത്രി പരാതിപ്പെടാതിരുന്നത് എന്നുകൂടി നമുക്ക് അടിവരയിട്ട് പറയാം. അതായത് വെളുത്ത പണമാണെങ്കിൽ തീർച്ചയായിട്ടും പരാതിപ്പെട്ടേനെ. ഇത് കറുത്ത പണമായതുകൊണ്ടാണ്, കറുത്ത കൈകളിലൂടെ ലഭിച്ച പണമായതുകൊണ്ടാണ് ഇത് നഷ്ടപ്പെട്ടിട്ടും മിണ്ടാതെ മൗനം പാലിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കള്ളപ്പണമാണ്. ഈ കള്ളപ്പണത്തിൻ്റെ ഉറവിടം, സ്രോതസ് എന്ന് പറയുന്നത് വലിയ ഒരു ആസൂത്രണ കൊള്ളയുടെ ഭാഗമാണ്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അധികം വൈകാതെ പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് കരുതാം. SITയുടെ കരങ്ങൾക്ക് കൂടുതൽ ശക്തി സ്വാമി അയ്യപ്പൻ കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളൂ, നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇനിയും ഇതിനേക്കാൾ വലിയ വെളിപ്പെടുത്തലുകൾ പുറത്തു വരാനിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും ഒരു തന്ത്രിയും ഒരു മന്ത്രിയും ഒരു ഭരണസമിതി അംഗവും ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇതിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും രക്ഷപ്പെടില്ലെന്ന് വ്യക്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.